ഹലോ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഒന്ന് മാറ്റി ഇറങ്ങിയിട്ടൊക്കെ ഉള്ള വീഡിയോ കേട്ടോ. എങ്ങട്ടാന്നൊന്നുമില്ല, നമ്മളിങ്ങനെ പോയൊക്കെയാണ്. എങ്ങട്ടാ ഷെമി? എങ്ങട്ടാ പോണ? ഇപ്പൊ നിലമ്പൂരി എന്നൊക്കെ വിചാരിച്ചാണ്ടാണ് നമ്മള് പോണത്. ഐസമോള് എങ്ങട്ടാ പോണേ? ഐസമോക്കോളെ പപ്പ വെച്ച പോക്കും വേണം കണ്ണാടി എറണാണ്ട് ഓളും ഒന്ന് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കാട്ടിയെടുത്ത ഓളെല്ലാരും വലിയ അപ്പൊ ഇന്നലെ ഷെമി വന്നപ്പോ ഉണ്ട് കേട്ടോ. അങ്ങാടി പോവാ പപ്പച്ചേ എറണാണ്ട്. ഇവിടെ വന്നാ പിന്നെ പുറത്തിറങ്ങൂലല്ലോ. ഞങ്ങളെ ഷെമി സ്റ്റെപ്പ് ഇറക്കി ഞങ്ങളവിടെ ഇറക്കിയിട്ടാ പിന്നെ ഷെമി ഞങ്ങളെ കൊണ്ടുപോകാൻ വരുമ്പോൾ ഞങ്ങളാ സ്റ്റെപ്പ് കയറി പോര്. അതുവരെ ഞങ്ങൾ അവിടെ തന്നെ നിക്കല്, പുറത്തൊന്നും പോവില്ല, അങ്ങാടിക്കൊന്നും പോലില്ല. അപ്പോൾ ഓള് വായക്കാടാകുമ്പോ എപ്പോഴും ഇങ്ങനെ ഷെമിന്റെ ഒപ്പം അങ്ങാടി പോവില്ല. ഷെമി വണ്ടി സ്റ്റാർട്ടാക്കി ഇറങ്ങുമ്പോത്തിന് ഓളും വെയ്ത്താലിറങ്ങും. അപ്പൊ ഇപ്പൊ ഇന്നലെ ഷെമിനെ കണ്ടപ്പോക്ക് പോണോ പറഞ്ഞാണ്ട് ഓള് ഒച്ചപ്പാടുണ്ടാക്കാം. അപ്പൊ ഇന്നലെ രാത്രി അപ്പൊ പിന്നെ പുറത്തിറങ്ങിയില്ലേ ഇനില്ലേ. അപ്പൊ ഇന്നിപ്പൊ ഇറങ്ങിയതാട്ടോ രാവിലെ എല്ലാരും 11 മണിയൊക്കെ ആയി. അപ്പൊ ഇങ്ങനെ പോയോക്കട്ടെ നിലമ്പൂര് എന്നൊക്കെ വിചാരിച്ചാണ്ടാണ് നമ്മള് പോണത്. അപ്പൊ എങ്ങനെ ഉണ്ട് നമ്മളെ ഇന്നലത്തെ മന്തി എന്നൊക്കെ കമന്റ് ഇടണ്ട്. ഷെമി പറഞ്ഞ നല്ല രസമുണ്ട് എന്നൊക്കെ അല്ലേ ഷെമി? പിന്നെ ആരോ കമന്റ് ഇട്ടണത് വലിയ കഷ്ണല്ലല്ലോ പറഞ്ഞാണ്ട് കേട്ടോ. നമുക്ക് അത് വലിയ കഷ്ണം, നമ്മള് കറിക്കായാലും ചെറിയ കഷ്ണല്ല ആക്കുക. അത് പിന്നെ അൽഫാമിന്റെ അത്ര വലിയ കഷ്ണമൊന്നും ആക്കിയിട്ടില്ല. പെര ഉണ്ടാക്കണ മന്തിയല്ലേ, നമ്മള് പുറത്തുനിന്ന് വാങ്ങണല്ലോ. ആ അത് ആരോ കമന്റ് ഇട്ടു. സെമി ഒരാക്കുമ്പത്തിന് ദീപ പറയാം. അപ്പൊ ഇപ്പൊ ഞങ്ങള് പോയോണ്ടിരിക്കാണ്. സൂപ്പർ. ആ അതാ നമ്മള് കേട്ടത് എങ്ങോട്ടാ പോണ പറഞ്ഞെടുക്ക്. ട്യൂഷന് പോയിരുന്നായിരുന്നു. റോട്ടുമ്പോല്ല പെൺകുട്ടികളൊക്കെ നോക്കാണ്. ഒന്നും ഇവിടെ ഉണ്ടായിട്ട് പിന്നെ നമ്മളെ പറഞ്ഞാല്. അപ്പൊ ഞാൻ ഇവിടെ നമ്മൾ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങോട്ട് നമ്മള് പോണെന്നൊക്കെ. ഡ്രൈവർ ആ മരത്തുമ്പോ നോക്കി പോവ് കാണുന്നില്ല. നല്ല രസം ഇവിടെ അങ്ങനെ കാണുമ്പോ രസല്ലേ. ഈ വഴി ഇങ്ങനെ നല്ല രസാണ്. മരങ്ങളൊക്കെ ഉണ്ടല്ലേ, എന്തോ രസം മരങ്ങളൊക്കെ കാണാൻ. അങ്ങനെ നമ്മള് ഇവിടെ എത്തി. നിലമ്പൂർ എത്തിയില്ല ഷെമി? നമ്മള് നിലമ്പൂർ എത്തിട്ടോ. ഇവിടെ ഇങ്ങനെ കാണാൻ നല്ല രസം. ഈ ഭാഗം ഇങ്ങനെ ഐസമ്മോക്ക് മുട്ടായി വേണം പറഞ്ഞാണ്ട് ഓള് കൊച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളാ പാട്ടിന്റെ സൗണ്ട് ഓർക്കി. അപ്പൊ ഇവിടെ ഇങ്ങനെ കൊറേ എന്താ രണ്ട് ഭാഗത്തും ഇങ്ങനെ നല്ല രസാട്ടോ. ഇവിടെ ഇങ്ങനെ കാണാൻ നല്ല വെയിലുണ്ടെങ്കിലും വെയില് വരില്ല അല്ലേ ഷെമി? രണ്ട് ഭാഗത്തും മേരായിട്ടേ നല്ല രസം. പോരുമ്പല്ലേ എന്താ പറയാ ഓർമ്മ പോയി വീട് ഇതിലെ പോകുമ്പോ എന്താ പറയാ ഓർമ്മ ഷെമി ഗൾഫ് പോണേന്റെ മുന്നല്ലേ തലേന്ന് ഞങ്ങൾ ഇതില് പോന്നിട്ടോ നാടുകാണി ചുരം കയറാനില്ലേ ബൈക്കുമ്മലിട്ടോ. എന്നിട്ട് ബൈക്കുമ്മ പോന്നിക്കാണ്ട് നല്ല മഴ അങ്ങോട്ട് പെയ്ത് ഈ ഭാഗത്തിന് ഇവിടെ ഇത്രയും മുന്നേ പെയ്തണല്ലേ. തിരിച്ചു വരുമ്പോ മഴ ഇതപ്പോ തിരിച്ചു ആനനെ കണ്ടാണ്ട് പേടിച്ച് ഞാൻ നെലോത്സൊക്കെ തിരിച്ചു പോന്നിട്ട്. അന്ന് എനിക്ക് പേടിയാ, പുറത്തിറങ്ങി ചെയ്യലില്ലല്ലോ. ചുരം കേറി കുറച്ചായപ്പോ മഴയത്. എന്നിട്ട് ബൈക്കുമ്മലും അല്ലേ, അപ്പൊ എനിക്ക് പേടിയാവും ആനറ്റ് കുത്തിയാലോന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് പേടിയാ. എന്നിട്ട് ഷെമി പിന്നെയും പോകാനെ ലാസ്റ്റ് ഞാൻ തിരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നെലോത്സൊക്കെ ചെയ്ത് അങ്ങനെ തിരിച്ചു പോരുമ്പോ മഴയൊക്കെ പെയ്ത് ഇവിടെ ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ ഇപ്പൊ കഴിഞ്ഞു പോകുന്നത്. അവിടെ ഇറങ്ങി ചായ കുടിച്ചിട്ടോ നല്ല രസം അവിടെ ഇങ്ങനെ കാണാന്. ഇപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും അതിലെ പോന്നപ്പോ. പയത് അന്ന് നല്ല രസേനി. അന്ന് നമ്മള് ബൈക്കുമ്മലൊക്കെ ഇങ്ങനെ പോയിട്ട് എന്നിട്ട് ഷെമിക്ക് പനിയൊക്കെ പിടിച്ചു. ഷെമിക്കും എനിക്കും പനിയൊക്കെ പിടിച്ചു മഴ കൊണ്ട് പോയിക്കാണ്ട്. പിന്നെ ഗൾഫ് പോയപ്പോഴൊക്കെ പനി ആയിട്ടാണ്ടാ പോയിനിയല്ലേ. അന്നൊക്കെ പനിയല്ലേ ഇനിയോ? പനിയും കൊണ്ടാട്ടെ ഗൾഫിക്കൊക്കെ പോയിനിയത്. പിന്നെ ഒരു 6 മാസമൊക്കെ അവിടെ നിന്നിട്ടുള്ളൂ. പിന്നെ തിരിച്ചു വന്ന് കല്യാണം കഴിഞ്ഞ കറക്റ്റ് ഒരു നവംബർ 11 എന്റെ കല്യാണം. ഡിസംബർ 11 വൈകുന്നേരം 7 മണി അല്ല രാത്രി 7 മണിയായപ്പോ ഷെമി ഇറങ്ങിട്ടോ. ഒരു കറക്റ്റ് ഒരു മാസം നിന്നിന്. നമ്മളെങ്ങട്ടാ പോണേ? ഓള് കൊറേ നേരം
എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഓളിപ്പോ വണ്ടി കേറിയപ്പോ തുടങ്ങിയ ഒരു ചക്കര മുട്ടായി ആണോ എന്താ ഞങ്ങക്ക് മനസ്സിലായില്ല. ഓള് കേറിയപ്പോ തുടങ്ങിന് വാങ്ങാൻ പറയണേ. അപ്പൊ എന്താണെന്ന് മനസ്സിലായില്ല. ഞോളി കൊണ്ടുപോയി വാങ്ങേണ്ടി വരും അല്ലേ. ഇങ്ങനെ മുടി കെട്ടല്ല കേട്ടോ. ഞങ്ങളിപ്പോ ആദ്യം ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് മുടി കെട്ടല്. ഇപ്പൊ ഞങ്ങള് ഇങ്ങനെ കെട്ടിയിട്ട് കൊറേ ആയില്ലേ അല്ലേ ഷെമിയെ? കുഞ്ഞി മുടി ആയപ്പോ ഇങ്ങനെ ഞാൻ 2 കൊമ്പാക്കി കെട്ടിയെടുക്കലുണ്ടായിനി. ഇപ്പൊ ഇങ്ങനെ കെട്ടയില്ല കേട്ടോ. ഞാൻ പറയണ കേക്കുണ്ടോ അറിയില്ല നിങ്ങളെ പാട്ടിന്റെ സൗണ്ട് കുറക്കാൻ. നമ്മളില്ലേ തേക്ക് മ്യൂസിയം എത്തിട്ടോ അല്ലേ. പോന്ന് നമ്മൾ ഇവിടെ എത്തിയത്. ഇവിടെ എത്തി നോക്കുമ്പോ ആദ്യമായിട്ട് വരിക കേട്ടോ. നിങ്ങൾ വന്നില്ലേ? ഷെമി വന്നിട്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വരികയാണ്. അപ്പൊ കാണിച്ചു തരട്ടോ. ഇവിടെ വലിയൊരു തേക്ക് കണ്ട് ഞാൻ ഒറിജിനൽ തന്നെ ആണോ എന്നൊക്കെ ഷെമിനോട് ഇപ്പൊ ചോദിക്കണം. കാണിച്ചു തരട്ടോ. നമുക്ക് ഇതിന്റെ വണ്ണോ എന്തോരു വണ്ണോ. അതേപോലെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതാ ഒരു 2 ആളും ഇതാട്ടോ അതിലെ പോണ്. അവിടെയൊക്കെ അതാ തേക്ക് കണ്ടോ. വലിയ തേക്ക് കേട്ടോ. ഒരു 2 ആളും അതിലെങ്ങനെ കാണാൻ പോയതാ. നടക്ക് ബാ മോളേന്ന് അറിയണ്ടിട്ട് അവിടെ നടിയാ പറയണ കേക്കുണ്ടോ അറിയില്ല. നല്ല സൗണ്ടാട്ടോ അവിടെ. ഇതൊക്കെ തേക്കിന്റെ ഒക്കെ ഒരു വണ്ണം. ഇവിടെ തൊടരുത് എന്നൊക്കെ എഴുതി വെച്ചണം. ഇവിടെ എന്തോ എല്ലാരും നോക്കണം. എന്താ പോയി നോക്ക്. ഈ തേക്കിന്റെ വണ്ണം നോക്കി ഞാനിത് കണ്ട അന്തം വിട്ടുപോയി. ഷെമി അറിയാതൊക്കെ എല്ലാവരും കണ്ടതാണ്. ഇത് ആദ്യമായിട്ട് കാണാനായിട്ടാണ്. പക്ഷെ എനിക്കിത് ആദ്യമായിട്ട് ആയതുകൊണ്ടാണോ എന്തോ അറിയില്ല. ഇതിന്റെ വണ്ണം നോക്കി ഞാൻ ആകെ അന്തം. ഷെമി മെല്ലെ പറയുന്ന ആൾക്കാരെ നോക്കണ്ടേ. ഇതൊക്കെ എന്തോ ഒരു രസം കാണാന്. നല്ല രസം കാണാനിട്ടോ. ഇതൊക്കെ ഒറിജിനലാട്ടോ. എല്ലാവരും കണ്ടിണ്ടാവും. ഞാൻ ആദ്യമായിട്ട് കാണാം. ഐസമോള് ഇതാട്ടാടെ പൂമ്പാറ്റകളൊക്കെ നോക്കണേ. ഇതൊക്കെ കണ്ടിട്ടില്ലേ എൻ്റെ കണ്ണിങ്ങനെ എന്തോ നെട്ടിപ്പോവാൻ. ആദ്യമായിട്ട് ഷെമി ചലക്കാതെ പോയാന്നൊക്കെ പറയണ്ട. ഷെമിക്ക് വെറിയാവുണ്ട്. ഇതൊക്കെ തേക്കല്ലേ. ഇമ്മ ഇവിടെ തൊടരുത് എന്ന് എഴുതി വെച്ചണ കണ്ടിക്കാണ്ട് നമ്മള് തൊടുന്നത്. ഇതൊക്കെ ഓക്കെ. എന്തോ ഒരു രസം. കൊറേ ഉണ്ട് കേട്ടോ കാണാൻ. ഞാൻ അധികം ഒന്നും വീഡിയോ എടുക്കണില്ല. എന്റെ ഫോണിൽ സ്ഥലം ഉണ്ടാവില്ല. പിന്നെ അങ്ങക്ക് കണ്ടും മടുക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുക്കണില്ല. ഇതാട്ടോ ഐസമോള് ഇതാട്ടോ. ഇവിടെ അല്ലേ അടിയിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കണ സ്ഥലം കേട്ടോ. എന്താ അവിടെ നോക്കിക്കാന്. അങ്ങോട്ട് നടക്കി. ഇത് നോക്ക ഷെമിയെ. ഐസമോള് ഇത് കണ്ടാണ്ട് അയിമല് ഇത് ഓള് ഇരിക്കണതാ വിചാരിച്ചിട്ട് അമ്മ ഇരുന്ന് നോക്കാൻ. പണ്ടത്തെ സാധനം കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടില്ലേ മനസ്സിനെന്തോ ഒരു ഇത്. പണ്ടത്തെ ഓരോ സാധനങ്ങളൊക്കെ കണ്ടിട്ട് എന്താ മീനിന്റെ പാല് പോലത്തെ സാധനം. അതേപോലെ ഊഞ്ഞാലട്ടോ. എല്ലായിടത്തും തൊടരുത് എന്നൊക്കെ എഴുതി വെച്ചു. ഇവിടെ അതാ ഇതൊക്കെ പണ്ടത്തെ ഓരോ സാധനങ്ങള്. ഷെമി പണപ്പെട്ടി പണം ഉണ്ടാവോ. ഇതുമൊക്കെ എഴുതി വെച്ചു കേട്ടോ എന്താണ് സാധനങ്ങൾ എന്നൊക്കെ. ഇതൊക്കെ കുട്ടികളെ ആട്ടണ സാധനം. തൊട്ടില് രാഗൊക്കെ വരുന്നുണ്ട്. അടിപൊളി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തിറങ്ങി. അവിടെ 2 തവളമാമന്മാരെ കണ്ടാണ്ട് ഐസമോക്ക് പേടിണ്ട് പറഞ്ഞാണ്ട് ഓൾ അങ്ങോട്ട് പോരുന്നില്ല. എന്നിട്ട് ഓളെ പേടി മാറ്റാൻ പറഞ്ഞ് ഷെമി ഓളെ എടുത്ത് കൊണ്ടുപോണ്. നല്ല രസം കാണാൻ. നല്ല വെയില് അല്ലേ. വെയിലത്ത് കൂടെ നമ്മളിങ്ങനെ നടക്കട്ടോ. നട്ടുച്ചയപ്പോൾ സമയം. എന്താ വെയില്. നല്ല രസം കേട്ടോ. അതിൻ്റെ ബാക്കൊക്കെ നോക്കി കാണാൻ എന്തോ രസം. കണ്ടിങ്ങനെ നടക്കുക പൊരി വെയിലത്ത്. ഇതൊക്കെ
എന്തോ രസം. മൂപ്പരതാ പോണു വെയിലോണ്ടേ തണലും തേടി പോവാ. ഞാനും ഐസമോളും പിന്നെ ഒക്കെ കണ്ടിങ്ങനെ നടക്കല്ലേ ഐസമോളെ. ഓള് വള്ളു അത് തണലത്ത് പോയിക്ക്. ഇത് എന്തോ രസം, നിറച്ച് പൂമ്പാറ്റകളൊക്കെ ഉണ്ട്. അങ്ങനെ അതാട്ട് നമ്മൾ കുറേ സ്റ്റെപ്പൊക്കെ കയറി നൊറൂല് വന്നിക്കുക അല്ലേ ചെമ്മിയെ. അപ്പം നൊറൂന്നുള്ള നമ്മൾ കണ്ട ഇതൊക്കെ കേട്ടത് വിഗലട്ടോ ഐസമോളെ. അപ്പോൾ അതാ നല്ല രസം കാണാൻ. ഇതിൻ്റെ ഇപ്പോഴാട്ടോ അത് പൂമ്പാറ്റയാണെന്നൊക്കെ മനസ്സിലാവണത് ചെമ്മിയെ. എന്തോ രസല്ലേ കാണാന്, നല്ല രസട്ടത് കാണാന്. കാണാത്തോലൊക്കെ വന്ന് കണ്ടോളി. നമ്മളേതായാലും ആദ്യമായിട്ടാട്ടോ വരുന്നത്. ഞാന് ഷെമി മുന്നേ വന്ന്. ഇപ്പൊ അതാട്ടോ നല്ല രസം കാണാന്. ഐസമോള് ഇതാ ഇത്രയൊന്നുമില്ലേനി. ഷെമി എത്രയോ വർഷം മുന്നേ ആട്ടോ വന്നത്. ഇതൊക്കെ നമ്മൾ അടിയിൽ കൂടെ ഇങ്ങനെ പോന്നപ്പോ ഇതൊന്നും നമുക്ക് ഇതാണെന്ന് മനസ്സിലായില്ലല്ലോ. ഈ പൂമ്പാറ്റ അടല്ലേ. നിക്കണോക്കി. അങ്ങനെ അതാ നമ്മള് പാർക്കിലെത്തിട്ടോ. പാർക്കിലെത്തി ഐസമോക്ക് ഇതുമ്മ കയറണം പറഞ്ഞാണ്ട് ഓള് കേറി. അവിടെ എത്തിയപ്പോക്ക് പേടിയാവുക, കീയാൻ പേടിയാവുക. വാ ഐസമോളെ, ഐസ വാ. അവിടെ എത്തിയപ്പോക്ക് പേടി. അതുവരെ ഓള് സ്റ്റെപ്പൊക്കെ കേറി വന്നിട്ടോ. വാ കുഞ്ഞേ. അങ്ങനെ അതാ ഒരു വിധത്തിൽ അവിടെ ഇരുന്നിന്. പേടിയുണ്ട് പേടിയുണ്ട്. ഓള് അതിലൂടെ തന്നെ ഇറങ്ങാൻ പോവാ, സ്റ്റെപ്പ് ഇറങ്ങാൻ പോവായിരിക്കും. പേടിയായിരിക്കും. എന്നാല് ചെറുതുമ്മ കയറ്റ, അത് വലുതാണ്. അങ്ങനെ അയിമല് പേടിയാണെന്നും പറഞ്ഞ അടുത്തേമ്മ കേറിയാണ് കേട്ടോ. അതുമ്മ പിന്നെ പേടിയൊന്നുമില്ല. ഞാൻ നടന്ന് കുഴങ്ങി. ഞാൻ ഇവിടെ ഒരു സീറ്റ് ഉറപ്പിച്ചിട്ടോ. ഓല് ഇതാക്കണ അവിടെ കീയാണ്. ഓളിപ്പോ ചെറുതുമ്മല് പോയിക്കാണ്ട് കീയാട്ടോ. നമ്മളതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടല്ല അടിപൊളി സ്ഥലം. ഞാൻ ആദ്യമായിട്ട് കാണാണ്, എനിക്കല്ല ഇഷ്ടപ്പെട്ട്. ഷെമി പിന്നെ മുന്നേ കണ്ട ആളാണ്. എന്നാലും കുറെ മാറ്റങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു ഷെമി കേട്ടോ. അപ്പം നല്ല അടിപൊളി സ്ഥലം. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വന്നതാ കേട്ടോ. ഒരു തനി നാടൻ ഭക്ഷണത്തില്ലേ, ഇല്ലം പറഞ്ഞൊരു കടയൊക്കെ നമ്മള് വന്നത്, ഹോട്ടലിക്ക്. കുഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മള് തിരിച്ചു പോകുന്നു കേട്ടോ. നിലമ്പൂരൊക്കെ കഴിഞ്ഞ് അങ്ങാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഐസമോളെല്ലാം ഉറക്കാട്ടോ. ഓള് വണ്ടി കയറിയപ്പോ തന്നെ ഓള് ഉറങ്ങി. പിന്നെ ഷെമി ഇവിടെ ഉണ്ട്, വണ്ടി ഓട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഷെമിന്റെ ഒക്കെ ഒരു പെങ്ങളുണ്ട് കേട്ടോ നിലമ്പൂര്, മൂത്താപ്പന്റെ മോള്. അപ്പൊ അവിടെ കയറാന്ന് കരുതീനി. അപ്പൊ വിളിച്ചു നോക്കുമ്പോ പോലെ അവിടെ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇനി നേരെ നമ്മള് പെരെ പോലെ പെരേക്കല്ലേ, വേറെ പരിപാടി ഇല്ല. അപ്പൊ ഞാൻ നേരെ പെരെ പോട്ടെ. അപ്പൊ എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞങ്ങളെ കൊണ്ടുപോകോ അല്ലേന്നൊന്നും അറിയില്ല അല്ലേ. പക്ഷേ പേരെത്തിയിട്ടേ തീരുമാനിച്ചുള്ളൂ. അപ്പൊ പോയിട്ടില്ലെങ്കിൽ നമ്മള് പെരയത്തെ വീഡിയോ തന്നെ ആയിരിക്കും ഇനി മുതൽ കാണാൻ. പോയാല് അവിടെ ഉള്ളതായിരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.